മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാൻ നായകനായ തെലുങ്ക് ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ. വൻ വിജയമായ ചിത്രം മാറിയിരുന്നു. ദുൽഖറിന്റെ ലക്കി ഭാസ്കർ സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറും പ്രഖ്യാപിച്ചു. സ്റ്റാർ മായിൽ ജനുവരി 19-നാണ് ചിത്രം സംപ്രേഷണം ചെയ്യുന്നത്. മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ നായകനായ തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കർ വൻ വിജയമായി ചിത്രം മാറിയിരുന്നു. ദുൽഖറിന്റെ ലക്കി ഭാസ്കർ സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറും പ്രഖ്യാപിച്ചു. സ്റ്റാർ മായിൽ ജനുവരി 19-നാണ് ചിത്രം സംപ്രേഷണം ചെയ്യുക. വൈകിട്ട് 6 മണിക്കായിരിക്കും സംപ്രേഷണം. ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ 113.39 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട്. നേരിട്ട പരാജയങ്ങളെല്ലാം പഴങ്കഥയാക്കി വൻപൻ തിരിച്ചുവരവാണ് ദുൽഖർ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൗത്ത് പബ്ലിസിറ്റിയോടെ ചിത്രത്തിന് കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കുകയും ഭാഷഭേദമന്യേ ഹിറ്റാവുകയും ചെയ്യുകയായിരുന്നു. വെങ്കി അല്ലൂരി തിരക്കഥ സംവിധാനം ചെയ്ത് നിർവഹിച്ച ആണ് ലക്കി ഭാസ്കർ. മീനാക്ഷി ചൗധരിയായിരുന്നു നായികയായി എത്തിയത്. ചിത്രത്തിന്റെ നിർമ്മാണം സിതാര എന്റർടൈൻമെന്റ് ബാനറിലായിരുന്നു. ശബരീസാണ് ദുൽഖർ ചിത്രത്തിന്റെ PR. കിങ് ഓഫ് കൊത്തയ്ക്ക് മലയാളത്തിൽ ഒടുവിൽ ദുൽഖറിൻ്റെയായിട്ട് ഇറങ്ങിയത്. ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത സംവിധാനം ചെയ്ത അഭിലാഷ് ജോഷിയായിരുന്നു. ഛായാഗ്രഹണം നിർവഹിച്ചത് നിമീഷ് രവി. ജഗ്ബി ജോയിയും ഷാൻ റഹ്മാനുമാണ് സംഗീതം ഒരുക്കിയത്. അഭിലാഷ് ചന്ദ്രനായിരുന്നു തിരക്കഥ. ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത സിനിമയിൽ പ്രസന്ന, ചെമ്പൻ വിനോദ്, ഗോകുൽ സുരേഷ്, വടച്ചെന്നൈ ശരൺ, ഐശ്വര്യലക്ഷ്മി, നൈല ഉഷ, ശാന്തി കൃഷ്ണ, അനിക സുരേന്ദ്രൻ എന്നീ താരങ്ങൾ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. സംഘടനം രാജശേഖരൻ നിർവഹിച്ച ദുൽഖർ ചിത്രത്തിന്റെ മേക്കപ്പ് റോണക് സേവ്യറായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.